ജർമ്മനിയിലെ കോളോൺ നഗരത്തിന്റെ ആകാശത്തേക്ക് നീളുന്ന രണ്ട് വലിയ ഗോപുരങ്ങൾ. കല്ലിൽ കൊത്തിയ സ്വപ്നം പോലെ കോളോൺ കാത്തഡ്രൽ അല്ലെങ്കിൽ കോളിൻ കാത്തഡ്രൽ. ഏകദേശം 6 നൂറ്റാണ്ട് നീണ്ടുനിന്ന നിർമ്മാണം. പൂർത്തിയായിട്ടും പൂർത്തിയാവാത്ത ഒരു അത്ഭുതം. ലോകമെമ്പാടുമുള്ള യാത്രികരുടെ മനം കീഴടക്കുന്ന ഗോത്തിക് മഹാ അത്ഭുതം. സ്വാഗതം ഡീപ് ഡൈവിലേക്ക്. ഈ കാത്തഡ്രൽ വെറും ഒരു കെട്ടിടമല്ല, മറഞ്ഞിരിക്കുന്ന ഒരു പിശാചിന്റെ ശാപത്തിന്റെ കഥ തന്നെയുണ്ട്. ലോകത്തിൽ തന്നെ മൂന്നാമത്തതും നോർത്തേൺ യൂറോപ്പിൽ ആദ്യത്തേതുമായിട്ടുള്ള ഒന്നാണ് കോളിൻ കാത്തഡ്രൽ. 1248 തുടങ്ങി 600 വർഷത്തോളം നീണ്ടുനിന്ന നിർമ്മാണം. എന്നാൽ ഇന്നും ഈ പള്ളിയുടെ പണി പൂർത്തിയായിട്ടില്ല. ഒരു മനുഷ്യന്റെ സ്വപ്നവും ഒരു പിശാചിന്റെ ശാപവുമാണ് അതിനു കാരണം. വാസ്തുശില്പിയായ ഗെർഹാർഡ് ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ദൈവത്തിന് യോജിക്കുന്ന ഒരു പള്ളി നിർമ്മിക്കണം. എന്നാൽ അദ്ദേഹത്തിന്റെ ഓരോ ശ്രമവും പരാജയമായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഒരു ദിവസം നദിക്കരയിലെ പാറയിലിരുന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു അദ്ദേഹം. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഒരു മനുഷ്യൻ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഒരു അപരിചിതൻ. ആ അപരിചിതൻ മണലിൽ ഒരു വടി കൊണ്ട് ഒരു ചിത്രം വരച്ചു. ആ ചിത്രം കോളിൻ കാത്തഡ്രൽ പള്ളിയുടേതായിരുന്നു. അതിലേറെ ഇഷ്ടം തോന്നിയ വാസ്തുശില്പി ആ ചിത്രത്തിലുള്ളതുപോലെ പള്ളി പണിയുവാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ആ അപരിചിതൻ അഥവാ ആ പിശാച് ആവശ്യപ്പെട്ടത് ചിത്രത്തിലുള്ളതുപോലെ പള്ളി പണിയണമെങ്കിൽ വാസ്തുശില്പിയുടെയും ഭാര്യയുടെയും മകന്റെയും ആത്മാവ് കൂടെയാണ്. എന്നാൽ ആ ചിത്രത്തിൽ ഏറെ ആകൃഷ്ടനായ വാസ്തുശില്പി അതിന് സമ്മതിക്കുകയും ചെയ്തു. 3 വർഷത്തിനുള്ളിൽ കോഴി കൂവുന്നതിന് മുൻപ് പണി പൂർത്തിയായാൽ മാത്രമാണ് ഈ ഉടമ്പടി. 3 വർഷത്തിനു ശേഷം പള്ളി പൂർത്തിയായില്ലെങ്കിൽ യാതൊരു കുഴപ്പവും വാസ്തുശില്പിയുടെ കുടുംബത്തിനുണ്ടാവില്ല. 3 വർഷത്തിനുള്ളിൽ പള്ളിയുടെ പണി പൂർത്തിയാവാനായി. എന്നാൽ വാസ്തുശില്പിയുടെ ഭയം ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൂടി വന്നു. ഈ രഹസ്യം മനസ്സിലാക്കിയ വാസ്തുശില്പിയുടെ ഭാര്യ പള്ളിയുടെ അവസാന കല്ല് വെക്കുന്നതിന് ഒരു ദിവസം മുന്നേ രാവിലെ സൂര്യോദയത്തിന് മുൻപ് കോഴിയുടെ ശബ്ദം അനുകരിക്കാൻ തുടങ്ങി. മറുപടി എന്നോണം കോഴികളെല്ലാം തിരിച്ചു കൂവാൻ തുടങ്ങി. ഇതോടെ ആ വാസ്തുശില്പി ഈ ഉടമ്പടിയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിലേറെ കോപിതനായ പിശാച് ഒരു ശാപം നൽകുകയും ചെയ്തു. എന്ന് ഈ കോളിൻ കാത്തഡ്രൽ പള്ളിയുടെ പണി കഴിയുന്നുവോ അന്ന് ഈ ലോകം അവസാനിക്കുമെന്ന്. അന്നു മുതൽ കാത്തറിൻ പള്ളിയുടെ പണി പിന്നീട് ഒരിക്കലും തീർന്നിട്ടില്ല. ഇന്നും പള്ളിയിൽ പണികൾ തുടരുന്നുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിൽ 13 പ്രാവശ്യമാണ് ബോംബാക്രമണങ്ങൾ പള്ളിക്കു നേരെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കാത്തഡ്രൽ പള്ളിക്ക് അതിൻ്റെതായ യാതൊരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് കോളിൻ കാത്തഡ്രൽ പള്ളി എന്നു പൂർത്തിയാകുന്നുവോ അന്ന് ഈ ലോകം അവസാനിക്കുമെന്നാണ്. കോളിൻ കാത്തഡ്രൽ കല്ലുകളെ പോലെ തന്നെ ഇതിന്റെ ഇതിഹാസവും നൂറ്റാണ്ടുകൾക്കപ്പുറം നിലനിൽക്കുന്നു. കലയും വിശ്വാസവും ചേർന്ന ഈ സ്മാരകം മനുഷ്യന്റെ ആത്മാർത്ഥതയും ദൈവികതയുമായുള്ള നിത്യതയുടെയും അന്വേഷണത്തിന്റെയും പ്രതീകമാണ്. പിശാചിന്റെ ശാപം പോലെ ഇതിന്റെ കഥകളും ഇതിനെ ഇപ്പോഴും മൂടിയിരിക്കുന്നുവെങ്കിലും ഓരോ ശിലയിലും മനുഷ്യരാശിയുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളം നിലനിൽക്കുന്നുണ്ട്. കോളിൻ കാത്തഡ്രൽ പൂർത്തിയാകാത്തതല്ല, മറിച്ച് അതൊരിക്കലും അവസാനിക്കാത്ത ഒരു മഹാ അത്ഭുതം തന്നെയാണ്.